അവൻ്റെ ഷോക്കേസുകളിലേക്ക് എത്തിക്കാൻ തയ്യാറാവണം, അതിനു വേണ്ടി പരിശ്രമം ഉണ്ടാവണമെന്ന് എൻ്റെ സ്വശരീരത്തോട് ആദ്യമായും പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോടും, പിന്നെ വേണമെങ്കിൽ രണ്ടെണ്ണം കിട്ടിയവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് കിട്ടാത്തവർക്ക് കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അല്ലേ സുഖത്തിൽ അനുവർക്ക രണ്ടെണ്ണൊക്കെ ഇനി വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീരെ കിട്ടാത്തവർക്ക് ഒന്ന് കൊടുക്കണോണ്ട് വിരോധമൊന്നുമില്ല. അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതെല്ലാം ഈ KMICക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ നേരം പോക്കിനല്ല അല്ലേ. ഇതിലൂടെ നമുക്ക് മതപരമായി നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നാളെ ആഖിറത്തിൽ നമുക്ക് ആഖിറം വിജയിക്കാനാണല്ലോ ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ അഷ്റഫ് ബത്തേരിക്കും രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്ന് ഈ ക്ലാസ് റൂമിനെ സജീവമാക്കുന്നത്, അതുപോലെ തന്നെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്തും ഒരു വിഭാഗം ചെറുപ്പക്കാരും ഫാമിലികളും അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഒരു വിഭാഗം ആളുകൾ KMICയിൽ ബുർദ ചൊല്ലുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു. അതുപോലെ തന്നെ നമുക്ക് 5:30-5:45 ക്വിസ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിലും സൗദിയിലും UAEയിലൊക്കെയുമുള്ള നമ്മുടെ ഹുബ്ബുസ്താദ്, അതുപോലെ തന്നെ ഫസൽ ചേലാരി, അങ്ങനെ പലവരും ഉണ്ടാകും. അവരൊക്കെയും രാത്രി സുഖമായി ഉറങ്ങേണ്ട നേരത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഫസൽ ചേലാരിയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ക്വിസ് പ്രോഗ്രാമിന് വേണ്ടി ഏകദേശം തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേൽക്കാണ്. അതെന്തിനാ ഇപ്പൊ സുഖമായി ഒരാൾക്കാന്ന് ഉറങ്ങുകയാണ്. ആരെങ്കിലും ഫസൽ ചേലാരിയുടെ മുഖത്ത് പോയി വള്ളമൊഴിക്കൊന്നുമില്ലല്ലോ അല്ലേ. രാത്രി നമ്മുടെ സൗദിന്റെ ടൈം 4:30 അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റില്ല എന്നതിന്റെ പേരിൽ ആരും ചെന്ന് വള്ളമൊഴിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ എഴുന്നേറ്റ്, കുറെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്. അവർ ഉറങ്ങാതെ ഇരുന്നൊരു ക്വിസ് പ്രോഗ്രാം നടത്തി അതിന്റെ ശേഷം എന്തെങ്കിലും ഒരു ദീനിയായ ഒരു മസ്അല, ഒരു സുന്നത്ത് പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തിയാൽ അത് ഉപകരിക്കും എന്ന നിലക്കാണല്ലോ. ഇപ്പോൾ 1-2 സ്ത്രീകൾ എനിക്ക് PM ചെയ്തിരുന്നു. രാവിലെ ആ ക്ലാസ് ഞങ്ങളുടെ നിസ്കാരത്തിലൊക്കെയും മാറ്റമുണ്ടാക്കും. പക്ഷെ രാവിലെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളെ മദ്രസയ്ക്കൊക്കെ പറഞ്ഞയക്കുന്ന തിരക്കിലായിരിക്കും. കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരാൾ അഖ്ലാഖ് ചോദിക്കുമ്പോൾ ഒരാൾ ദീനിയാത്ത്, മറ്റോൻ തജ്വീദ് ചോദിച്ച് അപ്പോഴേക്ക് കുട്ടികൾക്ക് ചായ കൊടുക്കണം, കടി കൊടുക്കണം. സ്ത്രീകൾക്കൊരു വിരകിന സമയമാണ് രാവിലെ ഏകദേശം ഈ ടൈം. അതുകൊണ്ട് ആ ക്ലാസ് പലപ്പോഴും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. മറ്റേതെങ്കിലും സമയത്തൊക്കെയും പ്ലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്നൊക്കെയും ചില സഹോദരിമാർ അറിയിക്കുന്നു. അപ്പോൾ അതൊക്കെയും എന്തെങ്കിലുമൊക്കെയും കേട്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊക്കെയും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്. അല്ലാഹു തആല ആ ഒരു നല്ല ചിന്ത കാരണം അല്ലാഹു തആല അവർക്കൊക്കെയും അവരുടെ നിസ്കാരത്തിലേക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഉസ്താദന്മാരെ ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. കാരണം ഞാൻ പറ്റ പാവാണ്. പിന്നെ പറയുന്നത് മുമ്പ് കോത്തൂർ ഉസ്താദ് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിൽ മാത്രം പറയാതിരുന്നാൽ ചിലപ്പം ആൾക്കും ഒന്നും ലഭിക്കാതെ പോകും. നമ്മൾ കുറേ പറയുന്ന സമയത്ത് മറ്റുള്ളവരെ ഞാൻ കുറെ ഉപദേശിച്ചല്ലോ, ഇനി ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന ചിന്ത വരുമല്ലോ. ഞാനൊരു സത്യം തുറന്നു പറയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നിട്ട് ഞാൻ കുറേ നന്നായത് KMICയിൽ വന്നിട്ടാ എൻ്റെ കാര്യമാണ് വന്നത്. ശബ്ദം കേൾക്കില്ലേ ഉസ്താദേ? ഞാൻ കുറേ നന്നായത് KMICയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ശേഷമാണ്. എന്താ കാരണം? എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്, ഞാൻ എത്ര കാലമായി ജനങ്ങളോട് ഇത് പറയാൻ തുടങ്ങിയിട്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറയാറുണ്ട്, സത്യ പറയുന്നത്. ഞാൻ കോത്തൂർ ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് അത് വലിയൊരു പോയിന്റാണ്. അതായത് നമ്മൾ കുറേ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൽബിൽ അതൊരു മാറ്റാവും. ഞാൻ എത്ര ആൾക്കാരോടായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, എന്താ നിക്കിതൊന്ന് ചെയ്ത എന്നൊരു ചിന്ത വരും.
ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോടും മക്കളോടും പറയുന്നൊരു വാക്കാണ്, എനിക്ക് വാസ്തവത്തിൽ ജോലിയില്ല, സേവനം മാത്രമേ അല്ലാഹു തആല മരിക്കുന്നത് വരെ അങ്ങനെ നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ ഒരു അഭിപ്രായക്കാരനാണ്. ഒരു ജോലി ചെയ്ത് ഇത്ര രൂപ ശമ്പളം കിട്ടിയാലേ ഞാൻ മദ്രസയിൽ നിൽക്കുള്ളൂ, ഇത്ര രൂപ ശമ്പളം കിട്ടിയാലേ ഞാൻ ദർസ് നടത്തുള്ളൂ, ഇത്ര രൂപ ശമ്പളം കിട്ടിയാലേ ഞാൻ ഇമാമത്ത് നിൽക്കുള്ളൂ, അത് ജോലിയാവും, അത് ദുന്യാവിന് വേണ്ടിയിട്ടാവും. നേരെ മറിച്ച് സേവനാവുമ്പോൾ അങ്ങനെയല്ല. നമ്മളെ ഹലോ, എന്തൊന്ന് ഞാൻ റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് പോയ മാതിരി. ഇപ്പൊ ശബ്ദം ഓക്കെയാണോ? കേൾക്കാണ്ടോ? ആ, ഓക്കെ. എന്തോ പെട്ടെന്ന് റൂമൊന്ന് ക്ലോസ് ആയ മാതിരി. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറയാറുണ്ട്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ് എടുത്തിട്ട് സന്തോഷത്തിന്റെ പേരിൽ തരുന്ന സംഖ്യ കൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കണമെന്ന്. അല്ലാതെ ഇപ്പോ അല്ലേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉസ്താദാണ് ഒരു സന്തോഷത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തരും, അത് പ്രകാരമാണ് ഇപ്പൊ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു ക്ലാസ്സിനൊക്കെ പോയി അപ്പോ അത് നമുക്ക് ഹലാലാവണമെങ്കിൽ ഈ ജനങ്ങളോട് പറയുന്നത് കുറേക്ക് നമ്മളെ ജീവിതത്തിലും വേണം. ഇപ്പൊ ഞാൻ ആകത്തുക പറഞ്ഞതെന്താണെന്നറിയും, പറയുന്നതൊന്നും ഇപ്പൊ ഫുള്ള് ജീവിതത്തിൽ പകർത്തിയിട്ട് നമുക്കിങ്ങനെ പറയാൻ തുടങ്ങാന്ന് വിചാരിച്ചാല് ഒന്നും പറയാൻ കൂടൂല. തൽക്കാലം എല്ലാവരും മുണ്ടാതിരിക്കേണ്ടി വരും. ഞാനും മുണ്ടാതിരിക്കേണ്ടി വരും, കരീം ഉസ്താദും മുണ്ടാതിരിക്കേണ്ടി വരും, ഉസ്താദൊക്കെ മുണ്ടാതിരിക്കേണ്ടി വരും. കാരണം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പൊ ഞാൻ കോത്തൂർ ഉസ്താദിന്റെ ആ ഒരു ഉപദേശം കുറെ പറയുമ്പോ ഞാൻ കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാൻ നോക്കട്ടെ എന്ന ഒരു ചിന്ത വരും. അതുകൊണ്ട് ഞാൻ ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നത്, പരമാവധി നമ്മൾ ഇതിനൊക്കെയും മെനക്കെടുന്നത് നമ്മുടെ ആഖിറം വിജയിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിറത്തിലെ വിജയത്തിലെ ഏറ്റവും വലിയത് നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യമാണ്. കാരണം നിസ്കാരം എന്നുള്ളത് ഒരാൾക്കും ഒഴിവില്ല. സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും നോമ്പായാലും മറ്റ് ഏത് പ്രവർത്തനങ്ങൾക്കും അത് എല്ലാവരെയും ബാധിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച്, സാമ്പത്തിക ശേഷിയും ആരോഗ്യത്തിനൊക്കെ അനുസരിച്ച് നിർബന്ധമായി വരുന്നതാണ്. നേരെ മറിച്ച് നിസ്കാരം അങ്ങനെയല്ല, അത് കറക്റ്റ് ആവണം. ഞാനൊരു ബറക്കത്തിന് വേണ്ടി ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ആ സംഭവം പറഞ്ഞിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിലുള്ള അബൂ റിഫഅത്ത് ഉസ്താദ്, നമ്മുടെ മൗലൂദിന്റെ നേരത്തും ദുആഇന്റെ നേരത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അബൂ റിഫഅത്ത് ഉസ്താദ് മൂപ്പരുടെ വല്യാപ്പയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും കുറ്റൂര് ഭാഗത്ത് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ ഒരു ദുആ എന്തായിരുന്നു എന്നറിയാം നിങ്ങൾ? നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാ. എത്ര ആരോഗ്യം നമുക്കൊക്കെ ഉണ്ട്, നമ്മളൊക്കെ നല്ല ചെറുപ്പക്കാരാണ്, നല്ല ആരോഗ്യമുള്ളവരാ. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്ക് അല്ലാഹു തആല തന്ന ആരോഗ്യം ഉപയോഗിച്ച് അതൊന്ന് വെക്കേണ്ട രൂപത്തിൽ വെക്കുക, ഉയർത്തേണ്ട രൂപത്തിൽ ഉയർത്താൻ പോലും നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ ആഖിറത്തിൽ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചതൊന്നും കാര്യമില്ലല്ലോ. ഏതായാലും ആ ഉസ്താദിന്റെ ദുആ എന്തായിരുന്നു എന്നറിയുമോ? അള്ളാഹുവെ, നിന്ന് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നാൽ അടുത്ത വഖത്തിൽ എന്നെ നീ മരിപ്പിക്കണേ. നോക്കിങ്ങൾ, വലിയൊരു മഹാനായിരുന്നു. അതായത് നിന്ന് നിസ്കരിക്കാൻ എനിക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നാൽ അടുത്ത വഖത്തിൽ എന്നെ നീ മരിപ്പിക്കണേ. അങ്ങനെ ഏകദേശം ഒരു മഗ്‌രിബിയുടെ നേരത്ത് അദ്ദേഹത്തിന് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ശരീരത്തിനൊരു കുഴച്ചിൽ വരികയും
മഗ്രിബി അദ്ദേഹത്തിന്റെ കുടുംബമിത്രാദികളൊക്കെയും ഒളു ചെയ്തു കൊടുത്തു നിസ്കരിച്ചു. യശാഇന്റെ വക്കത്തായപ്പോഴേക്ക് അദ്ദേഹം വഫാത്തായ ഒരു ചരിത്രമുണ്ട്. ദൂരം വൈക്കൊന്നല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറ്റൂര് ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനുഭാവന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കമ്മുക്കുറ്റി മുസ്ലിയാരോ അങ്ങനെ എന്തോയാണ് പേരിപ്പോ എനിക്കത് വ്യക്തമായി ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു മകൻ ബഷീർ സൈനി എന്ന് പറഞ്ഞു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ആ മഹാനുഭാവന്റെ ഒരു ദുആ എന്താപ്പാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? എന്തിനാപ്പ അങ്ങനെ ദ്വാരിക്കുന്നതെന്ന്? അങ്ങനെ എന്തിനാണ് ദ്വാരുന്നത് ആ മഹാൻ? ഞാൻ ആ ഒരു സംഭവം മുമ്പ് കേട്ടപ്പോൾ എനിക്കതിന്റെ ഗൗരവം മനസ്സിലായില്ല. എന്താണ് ഇങ്ങനെ ദ്വാരിക്കാൻ കാരണം? നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തിയാൽ അടുത്ത വക്കത്തിൽ എന്നെ നീ മരിപ്പിക്കണേ. ഞാൻ പിന്നെങ്ങനെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കൂടുതൽ ഓരോ കിതാബ് കിട്ടുമ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊക്കെ നിസ്കാരത്തിന്റെ ഫറള് മൂന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കാനാണുള്ളതല്ലേ. ഒന്നാമത്തത് നിയ്യത്ത്, രണ്ടാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. ഞാനേ മുമ്പ് നമ്മൾ കസാല നിസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ബത്തേരിനെ പോലത്തവർ അതൊക്കെ റെക്കോർഡ് ചെയ്ത് പലവർക്കും കേൾപ്പിച്ചു എന്ന കാരണത്താൽ ഒരുപാട് ആൾക്കാരെ നിസ്കാരം അത് കാരണം സഹിയായി. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്ന ഒരു മസ്അല റദ്ദിക്ക് നമ്മളൊരു വിശകലനം അങ്ങോട്ട് ചെയ്താൽ നമുക്കത് ബോധ്യപ്പെടും. റബ്ബേ നമ്മളും ദ്വാരക്കാൻ തുടങ്ങും. ഇങ്ങനൊന്നും ഒരു നിസ്കരിക്കാൻ എന്നെ കൊണ്ടൊരു വയസ്സുകാലത്ത് സാധിക്കൂല. കാരണം നിസ്കാരത്തിന്റെ ഫറളാണല്ലോ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കാന്നുള്ളത്. ആ ഫറള് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവൂല. ഇന്ന് എത്രയോ വയസ്സന്മാർ ചില ആളുകൾ പറഞ്ഞാൽ അങ്ങോട്ട് സ്വീകരിക്കൂല. അപ്പൊ അടുത്ത് ഞാൻ ഒരു വളാഞ്ചേരിന്ന് വരുമ്പോ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി. ഇപ്പൊ അടുത്ത് മിഞ്ഞാന് അങ്ങനെ ഞാൻ മഗ്രിബ് നിസ്കരിക്കുമ്പോ എന്റെ ഇടതു ഭാഗത്ത് ഒരാൾ കസാരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ. അപ്പൊ ഞാൻ ഗതിക്ക് ഇത് കാണുന്നുണ്ട്. അയാൾ നേരെ ഒലുണ്ടാക്കി അങ്ങാടിയിൽ നിന്ന് നടന്നു വരിക. എന്നിട്ട് അയാൾ ഒലുണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരു കസാര എടുത്ത് അയാൾ ഇരുന്ന് നിസ്കരിക്കുക. അപ്പൊ ഞാൻ പിന്നെ അയാളെ നിസ്കാരം കഴിയോടെ അവിടെ ഇരുന്ന് പുറത്തേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ ഭാഗത്തല്ലേ എന്തൊക്കെയാണ് ആദ്യം സുഖവിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച്. എന്നിട്ട് അത് എന്താ ഇപ്പം നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കാൻ കാരണം? അപ്പൊ അയാൾ കുറെ കാരണം പറഞ്ഞു. അയാൾ പറഞ്ഞ കാരണങ്ങളൊന്നും എന്തിനു ബാധകല്ല. അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ അവിടെ കാരണമില്ല. അയാൾ 1 കിലോമീറ്ററിന്റെ അടുത്താണ് പെരയിൽ നിന്ന് നടന്നു വരിക. ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററിന്റെ അടുത്ത് നടന്നു വന്ന് പള്ളിയിൽ വന്ന് അയാൾ ഒലുണ്ടാക്കി കസാല ഇരിക്കുന്നു ഇരുന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നു. അപ്പൊ ഞാൻ കുറെ അതിന്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒരാളെങ്കിൽ അയാൾ കുറെ കാരണങ്ങൾ ഇത് വിശദീകരിച്ച്, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല, നിങ്ങൾക്ക് എന്റെ പ്രയാസം അറിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മസ്തല വാങ്ങാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ഈ നിസ്കാരത്തിന്റെ ആ ഒരു മസ്അല അത് എപ്പോഴാണ് ഒരുത്തൻ ഇരിക്കേണ്ടത്? അപ്പൊ അയാളൊരു കാരണം പറഞ്ഞത്, എനിക്ക് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറെ നിന്നാൽ പെട്ടെന്നൊരു കുഴച്ചിൽ വരുന്നതാണ്. അയാൾക്ക് നിങ്ങൾക്ക് ഈ കണ്ട കാലമായിട്ട് കുഴച്ചിൽ വന്നിക്കുന്ന ചോദിച്ചില്ലാന്നാണ്. പിന്നെ നിങ്ങളെങ്ങനെ? അപ്പൊ അയാൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? അയാൾക്കൊരു കുഴച്ചിൽ വരുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ജനലിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കണ്ട, ആ ജനലുമ പിടിക്കുക. ആ ജനലുമ പിടിക്കുക. അയാൾക്ക് നിന്നാൽ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ജനലിന്റെ അടുത്ത് നിന്നിട്ട് ആ ജനലിമീൻ പൊതിച്ചെങ്ങാണ്ട് നിന്ന് ഫാത്തിഹ എന്നിട്ട് അയാൾക്ക് സാധാരണ റുക്കൂ ചെയ്യാം. എന്നിട്ട് അയാൾക്ക് സുജൂദിലേക്ക് ഒരിക്കലും പോകാൻ വയ്യെങ്കിലും ഓക്കെ, അയാൾക്ക് കസാലയിലിരിക്കാം. ഇത് തല തെറ്റോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും നായി ആവശ്യത്ത് ഇപ്പൊ തന്നെ പോയി വന്നൂച്ച് കിടക്കുക പലോലും. നിങ്ങൾ മനസ്സിലായില്ല, ഞാൻ ദീപിപ്പിക്കല്ല. എന്നെങ്കിലും നായി ആവശ്യത്ത് ഇപ്പൊ തന്നെ വന്നൂച്ച് പോയി കിടക്കണ്ടല്ലോ. നായി ആവുമ്പോ വന്നൂച്ച് പോയി കിടന്നാൽ പോലെ. കാരണം ഈ നായ്ക്കൽ പഴയ കാലത്ത് വന്നൂരിലെ കറന്നീന്, ഇപ്പൊ വന്നൂരിലല്ല കിട്ടുകൊത്താ കിടക്കണ്. അതേമാതിരിക്കണ വെള്ളം കാണിച്ചിട്ട് തുണി പൊന്തിക്കണ്ട. വെള്ളം കാണുമ്പോൾ തുണി പൊന്തിച്ചാൽ മതി. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവശ്യത്ത് ഇപ്പൊ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ അവസാനിപ്പിക്കാൻ.
അതുകൊണ്ട് നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ആയത്തൊക്കെ കാണാൻ ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുങ്കരീൻ അല്ലേ, നിസ്കരിക്കുന്നവന്റെ അടുക്കൽ നിന്ന് തമ്മാടിത്തരങ്ങളൊന്നും സംഭവിക്കൂലാണ്. ഇന്ന് നമ്മളെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ അവര് അധാർമികമായ പ്രവർത്തനങ്ങളിലേക്കും ചിന്തകളിലേക്കും കളി തമാശകളിലേക്കുമാണ് പോകുന്നത്. എന്തേ പോലും നിസ്കരിച്ചിട്ട് തെറ്റിൽ നിന്ന് പിന്മാറണം എന്ന ഒരു ചിന്ത അവൻക്ക് വരാഞ്ഞത്? നമ്മുടെ നിസ്കാരത്തിൽ ഭയഭക്തിയില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊന്നും നോക്കിയാൽ നിസ്കാരം മഖബൂലാവാൻ നിസ്കാരം സഹിയാവാൻ ഭയഭക്തി എന്നൊരു ഷർത്ത് കാണുകയില്ല. ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് കടന്നാൽ നമുക്ക് മൗലിദ് തുടങ്ങാൻ സമയം വൈകും. ഇത് നമ്മുടെ ഒഴിവിനനുസരിച്ച് സ്ഥിരമുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെയും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം എന്ന് മാത്രം ഞാൻ ഉണർത്തി. ഇപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അതായത് യഥാർത്ഥത്തിൽ ഒരു നിസ്കരിക്കുന്നവൻ അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്നവനാണ്. അതായത് അന്നൽ മുസല്ലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ഭാഗം വിശദീകരിച്ച് മഹാന്മാര് പറയാണ്, അന്നൽ മുസല്ലിയ, നിശ്ചയമായും നിസ്കരിക്കുന്നവൻ, മുനാജിൻ, അവൻ മുനാജാത്ത് നടത്തുന്നവനാണ്, റബ്ബഹു, അവന്റെ റബ്ബിനോട്. എന്നിട്ട് റസൂലുള്ള പറയുകയാണ് എന്ത്? കമാ വറദ ബിഹിൽ ഹദീസു വൽ കലാമു, ഇത് മഹാന്മാരി ഹദീസ് വിശദീകരിച്ച് പറയാണ്, വൽ കലാമു മഅൽ ഗഫലത്തി, അശ്രദ്ധതയോട് കൂടെയുള്ള സംസാരം, ലൈസ ബി മുനാജാത്തിൻ അൽബത്തത്ത, അതൊരിക്കലും മുനാജാത്തല്ല. എൻ്റെ സാധാരണക്കാർ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ രാവിലെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന സങ്കടം നമ്മുടെ ക്ലാസ് റൂമിലെ പല ശ്രോതാക്കൾക്കുണ്ട്. എല്ലാവരും സങ്കടം തീർത്തിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂല. അപ്പൊ രാവിലെ കേൾക്കാൻ സൗകര്യമല്ലോ എന്നാൽ നമുക്ക് ഉച്ചന്റെ ശേഷം പറയാന്ന് വിചാരിച്ചാൽ രാവിലെല്ലോ പറയും ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് പരമാവധി ഉള്ളവരോട് പറയാം, നല്ല ശ്രദ്ധിക്കുക. അന്നൽ മുസല്ലിയ, നിശ്ചയമായും നിസ്കരിക്കുന്നവൻ, മുനാജിൻ, അവൻ അഭിമുഖം നടത്തുകയാണ്, റബ്ബഹു, അവന്റെ റബ്ബിനോട് അഭിമുഖം നടത്തുകയാണ്. എന്നിട്ട് മഹാന്മാർ ആ വാക്ക് വിശദീകരിച്ച് പറയാണ്, വൽ കലാമു മഅൽ ഗഫലത്തി, അശ്രദ്ധതയോട് കൂടെയുള്ള സംസാരം, ലൈസ ബി മുനാജാത്തിൻ അൽബത്തത, തീരെ തന്നെ അവൻ ഒരു അഭിമുഖമായി സംസാരിക്കുന്നവനാണെന്ന് അവനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. അപ്പൊ അള്ളാഹുമായുള്ള മുനാജാത്താണ് നിസ്കാരം. ആ മുനാജാത്ത് അഭിമുഖമായി ഞാൻ ഒരാളോട് സംസാരിക്കുന്നു എന്ന് വരണമെങ്കിൽ ഗഫലത്ത്, അശ്രദ്ധത വന്നാൽ അതിനെക്കുറിച്ച് അഭിമുഖമായി അല്ലെങ്കിൽ മുനാജാത്ത് എന്ന് പറയാൻ പറ്റുകയില്ല. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എല്ലാം ശ്രദ്ധിച്ചോളി. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്ക് എന്താ മഹാനവറുകൾ പറയുന്നത്? കുല്ലു സലാത്തിൻ, എല്ലാ നിസ്കാരവും, ലാ യഹ്ലുറു ഫീഹൽ ഖൽബു, ഖൽബ് ഹുളൂലിയത്ത് കിട്ടാത്ത ഏത് നിസ്കാരവും, ഫഹിയ ഇലൽ ഉഖൂബത്തി അസ്റഉ, അത് ശിക്ഷയിലേക്ക് പെട്ടെന്ന് കാരണമായിത്തീരുന്ന, ഖുശൂ ഇല്ലാത്ത, ഹുലൂലിയത്തില്ലാത്ത, ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരം, അത് ഫഹിയ ഇലൽ ഉഖൂബത്തി അസ്റഉ, ശിക്ഷയിലേക്ക് കൂടുതൽ കാരണമായി തീരും. അതാണ് മഹാന്മാർ പറഞ്ഞത്, തുസല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. ഖുശൂഉം ഹുലൂലും അഥവാ ഹൃദയ സാന്നിധ്യവുമില്ലാത്ത നിസ്കാരം ശിക്ഷയിലേക്ക് അത് കൂടുതൽ കാരണമായി തീരും. കഴിഞ്ഞില്ല. മഹാനായ സുഫിയാൻ സൗദി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നിസ്കാരത്തിൽ ഒരാൾക്ക് ഭയഭക്തി കിട്ടിയില്ലെങ്കിൽ ഫസദത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്, ഫസാദായി പോകുന്നതാണ്. കഴിഞ്ഞില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ അറഫ, ആരെങ്കിലും അറിഞ്ഞാൽ, മൻ ഒരുത്തനെ, അലായമീനിഹി, അവൻ്റെതായ വലഭാഗത്തുള്ള ഒരാൾ അറിഞ്ഞാൽ,
വശിമാലിഹി ഇടഭാഗത്തുള്ളവനെയും അറിഞ്ഞാൽ മുതഅമ്മിദൻ മനഃപൂർവം വഹുവ ഫിസ്സലാ നിസ്കാരത്തിലായിരിക്കെ ഇടഭാഗത്തുള്ളവൻ ആരാണ് വലഭാഗത്തുള്ളവൻ ആരാണെന്ന് അറിഞ്ഞാൽ വാസ്തവത്തിൽ ഫലാ സ്വലാത്ത ലഹു ഓൻക്ക് നിൽക്കാറില്ല. എന്റെ ഇടഭാഗത്ത് നിൽക്കുന്നവനാരാ എന്റെ വലഭാഗത്ത് നിൽക്കുന്നവനാരാണെന്ന് മനഃപൂർവം അറിയാൻ ഒരാൾ നിസ്കാരത്തിലായിരിക്കെ ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ ഓൻക്ക് നിസ്കാരമില്ല. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമില്ല. നോക്കിങ്ങള്, ഞാനൊരു ചെറിയ സംഭവം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷക്കീഖുൽ ബൽഖ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത് ഒരു അന്യ സ്ത്രീ ആയിരുന്നു എന്നാണ്. അങ്ങനെ ഒരിക്കൽ ഷക്കീഖുൽ ബൽഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യൻ ഇത് കണ്ടു, ഈ ഉസ്താദിന്റെ കയ്യിലേക്ക് ഒരു അന്യ പെണ്ണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഉസ്താദ് ചോദിച്ചത്രേ, അല്ല ശിഷ്യൻ ചോദിച്ചത്രേ, അല്ല ഞാൻ കേൾക്കണില്ലേ, അല്ല ശബ്ദം ഓക്കല്ലേ, ഹലോ, അത് ശരി, അതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കേക്കാരല്ലേ, അതുകൊണ്ട് നിങ്ങൾ പൂവൊന്നും വിടാതിരിക്കേക്കാരം. കാരണം സ്ക്രീനല്ല ബൈലക്സിലാവുമ്പോൾ സ്ക്രീൻ അലകിയില്ലെങ്കിൽ ദീസിയായോ എന്ന് തോന്നിപ്പോവും. അപ്പൊ ആ ശിഷ്യൻ ചോദിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയങ്ങള്, 30 കൊല്ലായി എൻ്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു തരുന്നത് ആരാണെന്ന് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ ജീവിക്കാൻ പറ്റുക? നമ്മളൊക്കെയും കൈപ്പുറത്തിന്റെ ഒരു അതിരിക്കൂടെ ഒരു പെണ്ണ് പോകുന്നെങ്കിൽ ആ പെണ്ണേടാ നമ്മളറിയില്ല അല്ലേ? 30 വർഷമായിട്ടേ എൻ്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു തരുന്നത് ആരാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇജ്ജ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഷക്കീഖുൽ ബൽഖിയുടെ ചരിത്രത്തിലാണെന്ന് എനിക്ക് ഓർമ്മ തോന്നുന്നു, ഇനി വേറെ ഏതെങ്കിലും മഹാനാണോ എന്ന് അറിയില്ല. അതൊക്കെയാണ് ചിന്ത, കൽബ്. അവരുടെ കൽബൊക്കെ നോക്കി അങ്ങനെയൊന്നും ഇപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അള്ളാഹു ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് പരമാവധി ഒരു ഹുളൂരിയത്തുള്ള ഒരു ഹുശൂഉള്ള നിസ്കാരം നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ, ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, നിശ്ചയമായും ഒരു അബ്ദ് അവൻ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ നിന്ന് 10-1 6-1 മോൻക്ക് പ്രതിഫലമായി എഴുതപ്പെടുകയില്ല. നിസ്കരിക്കുമ്പോ ഖുശൂഅോടുകൂടെ നിസ്കരിച്ച ഭാഗം ഏതാ ആ ഭാഗത്തിനിക്ക് അല്ലാഹു തആല അവനക്ക് പ്രതിഫലം നൽകപ്പെടും. ആ ഭാഗത്തിനിക്ക് അല്ലാഹു തആല അവനക്ക് പ്രതിഫലം നൽകപ്പെടും. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ഭാഗം ഏതോ ആ ഭാഗം അള്ളാഹു നിസ്കാരമായിട്ട് സ്വീകരിക്കും, അല്ലാത്തതാണ് തള്ളപ്പെടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്താ, ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്താ, നമ്മുടെ ഖൽബ് കൊണ്ടുള്ള ഖുശൂ ആണ്. ഇത് ഇങ്ങനെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ടാകൂല, ഉറപ്പാ. ഇടഭാഗത്താര വലഭാഗത്താരാണെന്ന് അറിയാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് ഈ ക്ലാസ് റൂമിലുള്ള ഒരു ഹോജരാജാവിനെ കൊണ്ടും സാധിക്കൂല. സാധിക്കുന്നവരൊക്കെ ഒരു എസ്എൽസാനി നിക്കൊന്ന് കാണണമല്ലോ. ഞാൻ ഇന്റെ വിഷയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ്, അല്ലാതെ ഞാനിപ്പോ ഖുശൂഅോടുകൂടെയുള്ള നിസ്കാരം നമുക്ക് സാധിക്കുമല്ല എന്നല്ല പറഞ്ഞത്. ഞാൻ വിചാരിച്ച വിഷയത്തിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കുക. ഈ ഒരു രൂപത്തിൽ നിസ്കരിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കൂല, നമ്മളിപ്പോ ക്ലാസ് റൂമിലുള്ള ഒരാളെ കൊണ്ടും. എന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താ? നമ്മുടെ അവയവങ്ങൾ വെക്കേണ്ടിടത്ത് വെച്ച്, ഉയർത്തേണ്ടിടത്ത് ഉയർത്തി, നോക്കേണ്ടിടത്തേക്ക് നോക്കി നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂലേ? അത് നമുക്ക് സാധിക്കൂലേ? ഇന്ന രൂപത്തിലാണ് കൈ ഉയർത്തേണ്ടത്, ഇന്ന രൂപത്തിലാണ് കൈ വെക്കേണ്ടത്, ഇന്നേടത്തേക്കാണ് നോക്കേണ്ടത്. ഇത് നമുക്ക് സാധിക്കുമല്ലോ. ഇതിനും നമുക്ക് സാധിക്കൂല എന്നാണ്. പിന്നെന്തിനാ നമ്മൾ ഈ വർക്കുറക്കണ്? എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കണ്? ഇതാണ് നിന്റെ ചോദ്യം. ഇടഭാഗത്തും വലഭാഗത്തും ഉള്ളവനെ അറിയാതെ നിസ്കരിക്കാനുള്ള ഒരു ഖുശൂഅോ ഹുളൂരിയത്തോ ഒരു ഭയഭക്തിയോ നമ്മുടെ ഖൽബില് വരുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഞാൻ KMIC-യിൽ നിന്ന് പഠിച്ചു, കൈയുയർത്തേണ്ടത് ഇന്ന രൂപത്തിലാണ്, ഇന്ന രൂപത്തിലാണ് കൈ കത്തേണ്ടത്, തക്ബീറിപ്പിക്കേണ്ടത് ഇന്ന സമയത്താണ്, പിന്നെ കയ്യിന്റെ മേൽ വെക്കേണ്ടത് ഇങ്ങനെയാണ്, സുജൂദിൽ കൈ വെക്കേണ്ടത് ഇങ്ങനെയാണ്, പരമാവധി വിരലുകളുടെ തുമ്പ് കിബിലയിലേക്കാവുന്ന രൂപത്തിൽ. ഇതെങ്കിലും നമുക്ക് ശ്രദ്ധിക്കല്ലോ.
അപ്പൊ നമ്മക്ക് അല്ലാഹു തആല ഒരു ഇത് ഇന്റെ അടിമ ഓനെ കൊണ്ട് വെയ്ക്കണ കാര്യമൊക്കെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കാരണം നമ്മുടെ അമല് അല്ലാഹു മഖ്ബൂലാക്കും. ഇത്രേ ഇപ്പൊ സാധാരണക്കാരെ കൊണ്ട് സാധിക്കുള്ളൂ. അല്ലാതെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി ഒന്നും നിസ്കരിക്കാൻ നമ്മളെ കൊണ്ടാകൂല. നമ്മളെ കൊണ്ടാകുന്ന ഒരു സംഗതി നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോ അതിന്റെ ഒരു ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആലാക്ക് നമ്മളോടൊരു കാര്യം, നിന്റെ അടിമ ഓനെ കൊണ്ട് വെയ്ക്കണ മാതിരി ശ്രദ്ധിച്ചോ നിസ്കരിക്കുന്നു, അൽഹംദുലില്ലാ അല്ലേ, ഓന്റെ നിക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു റഊഫാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു നമ്മുടെ ഖൽബിലേക്കാണ് നോക്കുന്നത്. അവന്റെ ഖൽബ് അവൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഖൽബ് കൊണ്ടുള്ള ഭയഭക്തി സാധ്യമല്ലെങ്കിലും അവയവങ്ങളെ കൊണ്ടുള്ള ഭയഭക്തി എങ്കിലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഖൽബ് കൊണ്ടുള്ള ഭയഭക്തിയിലുള്ള പോരായ്മകൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു നിസ്കാരത്തിൽ, ഒരു മതിലിൽ, ഒരു വിരിപ്പിൽ, ഒരു ചുമരിലുള്ള ഒരു എഴുത്ത് അവന്റെ ഖൽബ് കൊണ്ടൊരുത്തം വായിച്ചാൽ ഫലാ സലാത്ത ലഹു, അവനിക്ക് നിസ്കാരമില്ല. പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും ആദ്യമായി എന്നോടും എൻ്റെ കുടുംബത്തോടും ഉപദേശിച്ച് പരമാവധി നമ്മൾ ഇന്ന രൂപത്തിലാണ് കൈയുയർത്തേണ്ടത്, ഇന്ന രൂപത്തിലാണ് കൈ വെക്കേണ്ടത്, നമ്മൾ പഠിച്ചാൽ സാധിക്കുന്നതൊക്കെയും നമ്മൾ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉസ്താദ് ബാക്കി എന്താ പറയാ, ബാക്കി പറയാ. ഒരു വിഷയം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടതാണെന്ന് തോന്നിയതിന്റെ ശേഷം, അത് ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം അടുത്തത് പറയാന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും ആഴ്ച ക്ലാസ്സുകളൊക്കെ നല്ല വിജയിക്കണം. കുറേ പറഞ്ഞങ്ങോട്ട് പോകുന്ന ഒരു പരിപാടി ഒന്നും ഇല്ല. അൽഹംദുലില്ലാ അതിങ്ങനെ ഒരു 10 ദിവസം മെനക്കെട്ടപ്പോ ഒരു 4 ആൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വിഷയം പറയാം. അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് കൈയുയർത്തുന്ന സമയത്തുള്ള സുന്നത്തുകൾ അവിടെ ഒരു ചെറിയ മസാല പറയാം. ഇതെല്ലാം ബോധം ഒപ്പാകുമ്പോഴേ ഈ സുന്നത്ത് നടക്കൂല, അങ്ങനല്ല. എല്ലാം വെവ്വാറെ സുന്നത്താ. കൈയുയർത്തുക എന്നുള്ളത് വേറെ സുന്നത്താണ്. ഉള്ളം കൈ കിബിലയിലേക്കാവുക എന്നുള്ളത് വേറെ സുന്നത്താണ്. പിന്നെ അതേമാതിരിക്ക് തന്നെ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങലും കൈയുയർത്തലും ഒപ്പമാവുക എന്നുള്ളത് വേറെ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം അവസാനിക്കലും കയ്യുയർത്തൽ അവസാനിക്കലും ഒപ്പമാവുക എന്നുള്ളത് അത് വേറെ സുന്നത്താണ്. പിന്നെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിൽ വെക്കുക എന്നുള്ളത് വേറെ സുന്നത്താണ്. ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് അല്പം തെറ്റിച്ചു വെക്കുക എന്നുള്ളത് വേറെ സുന്നത്താണ്. മണിബന്ധം പുരിക്കുക എന്നുള്ളത് വേറെ സുന്നത്താണ്. 3 വിരലുകൾ തണ്ടം കൈയിന്റെ ഭാഗത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് വേറെ സുന്നത്താണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ചെയ്യാൻ വയ്ക്കുന്ന സുന്നത്തെങ്കിലും ചെയ്യുക. പരമാവധി സുന്നത്തുകളൊക്കെയും ഉപയോഗിച്ച് പരമാവധി നമ്മൾ നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ നമ്മുടെ കൽബിലൊരു ചിന്ത ഇങ്ങനെ വരും. ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതാ, ഇനി ഞാൻ അങ്ങനെ ഇങ്ങനെയും കൈ, അപ്പൊ നമുക്കെന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. ഇനി ഞാൻ റുക്കൂയിലേക്ക് പോകുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ ഉയർത്തട്ടെ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും നമുക്കൊരു ശ്രദ്ധ, ഞാൻ കൈയൊന്ന് ഉയർത്തട്ടെ. സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മളെ കൽബിലൊരു ശ്രദ്ധ, ഞാൻ എൻ്റെ വിരലുകൾ കിബിലയിലേക്കാവുന്ന രൂപത്തിൽ ഒന്ന് വെക്കട്ടെ. അങ്ങനെ തുടക്കം ഒന്നങ്ങട്ട് ശരിയായാൽ പിന്നെ അയിമക്കൂടെ അതങ്ങനെ അത് ശരിയായി പോകും. തുടക്കം പേച്ച ഓക്കെ അത് പേക്കും, കോനിമെന്ന് ഇറങ്ങിയ മാതിരിക്കാവും. കോനിമെന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് മേലെന്ന് പേച്ചാൽ എല്ലാ സ്റ്റെപ്പും പേക്കും. പിന്നെ കിടുകിട ഒറ്റ ബുഗിച്ച നേരെ ഡൈനിങ് അത് എത്തിയിട്ടുണ്ടാവും. കാരണം സാധാരണ ഡൈനിങ് ഹാളിനാണല്ലോ കോനി കൊടുക്കാറുള്ളത്. മേലത്തെ സ്റ്റെപ്പ് പേച്ചാൽ പിന്നെ നേരെ എല്ലാതും അത് പേക്കും. നേരെ മറിച്ച് തുടക്കം മുതൽ തന്നെ ഒരു ശ്രദ്ധയോട് കൂടി അങ്ങനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇന്നത്തെ ദിവസം, നാളെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ ഇപ്പോൾ 1-2 ദിവസമായിട്ട് ചൊല്ലിക്കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ സമയത്തുള്ള മുഴുവൻ ശ്രോതാക്കളോടും ഒരു നിസ്കാരത്തിൻ്റെ തുടക്കം അതൊരു വൃത്തിയായ രൂപത്തിൽ
ഓനത് നിസ്കരിക്കാൻ നിൽക്കാണ്. എന്റെ അടിമ എന്റെ മുമ്പിലേക്ക് വന്ന് പരമാവധി അവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ശ്രദ്ധയോടുകൂടെയുള്ള നിസ്കാരത്തിലേക്ക് അവൻ നിൽക്കാൻ പോകുന്നു എന്ന് റബ്ബിനെ ബോധ്യപ്പെടുത്തി ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ റബ്ബിന്റെ ഒരു തിരുനോട്ടമുള്ള ഒരു നിസ്കാരമായി തീരാൻ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സാധാരണക്കാരെ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ആ കുറ്റൂര് ഭാഗത്തുള്ള ആ മഹാപണ്ഡിതൻ റബ്ബേ എനിക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നാൽ അടുത്ത വഖത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ ദുആഇന്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ നിൽക്കുക എന്ന ഫറള് വിശാലമായി പഠിക്കുമ്പോഴാണ് റബ്ബേ ഇങ്ങനൊക്കെ നിന്ന് നിസ്കരിക്കാൻ ആരെക്കൊണ്ടാ സാധിക്കുക? ഇങ്ങനൊന്നും നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്ന പിന്നെ മരിക്കൽ തന്നെയാണ് ഖൈറ് എന്ന് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫറലായ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്ന ഫറല് ഫുഖഹാക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോഴാണ് ആ ദുആഇന്റെ മഹത്വം മനസ്സിലാവുന്നത്. അള്ളാഹു പരമാവധി 5 വഖത്ത് നിസ്കാരം മുടങ്ങുന്ന ഒരു രോഗവും അള്ളാഹു നമുക്കാർക്കും തരാതെ മരിക്കുന്ന അവസാന വഖത്തിൽ വരെ റാഹത്തായി നിസ്കരിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്ന് ഞാൻ മസ്അലകളിലേക്കൊന്നും കടന്നിട്ടില്ല. നമ്മൾ പഠിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം ഞാൻ പറയലോടുകൂടെ എനിക്കും കേൾക്കലോടുകൂടെ നിങ്ങൾക്കും ഉണ്ടാക്കിയെന്ന് മാത്രം. സമയം വൈകിയിട്ടുണ്ട്. ഉസ്താദന്മാരൊക്കെ മൗലിദ് ഓതാൻ വേണ്ടി ക്ലാസ് റൂമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. പലവർക്കും കേൾക്കാനുള്ള താല്പര്യം, ജീവിതത്തിൽ പകർത്തണമെന്ന താല്പര്യം ഉണ്ടാകുമ്പോൾ പറയാനും നമുക്ക് ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കാനും ഒരു ആവേശമാണ്. അല്ലാഹു തആല ഇതൊക്കെയും ഒരുപാട് ഇപ്പൊ മംഗലാപുരം ഭാഗത്തുള്ള ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചൊരു വാക്കാണ്. ഇപ്പൊ 1-2 ദിവസം മുന്നേ വിളിച്ചു. എന്തൊഴിവാക്കിയാലും ഞാൻ ഉസ്താദിന്റെ ക്ലാസ് ഒഴിവാക്കാറില്ല. ഞാൻ ഇന്റെ ഒരു ഇത് പറയല്ല, നമ്മളെ KMICയുടെ ഒരു മഹത്വം. KMICക്ക് 4 മണിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ KMIC സജീവമാക്കാൻ വേണ്ടി ഉറക്കമൊഴിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാര്. നമ്മുടെ ഷഹീർ കോട്ടക്കൽ ഇപ്പൊ ക്ലാസ് റൂമിലില്ല. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോ ഒരു രസം അറിഞ്ഞാണ്. എന്തിനു വിളിച്ചാലും ഷഹീർ ഉറക്കത്തിന് നീച്ചൂല. നോക്കി നിങ്ങള് ഒരു സന്തോഷത്തിന് പറയാൻ, എന്ത് പറഞ്ഞാലും ഷഹീർ ഉറക്കത്തിന് നീച്ചൂല. ഷഹീറെ KMICയുടെ മൈക്ക പയിക്കുന്നതിനാണോ പെട്ടെന്ന് ഉറക്കത്തിന് എഴുന്നേൽക്കും ഉസ്താദാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും മൈക്ക പയിക്കുന്ന മൈക്ക പയിക്കുന്നതിനാണോ പെട്ടെന്ന് ഉറക്കത്തിന് എഴുന്നേൽക്കുന്നു. നോക്കി നിങ്ങള് ആ ചെറുപ്പക്കാരൻ്റെ KMICയോടുള്ള ആ ഒരു മഹബത്ത്. അങ്ങനെ ഒരുപാട് ആളുകൾ, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ചിലവരെ പറഞ്ഞു മാത്രം. ഞാനും അങ്ങനെ തന്നെ ഉസ്താദെ എന്ന് ആഗ്രഹിക്കുന്ന പലവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു മുസ്തഫാന്ന് പറഞ്ഞ ആ ഒരു മംഗലാപുരത്തിന് വിളിക്കാൻ. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ക്ലാസ് ഇല്ല ഉസ്താദെ. ഇങ്ങനെ കേരളത്തിലെ മാറിക്കല്ലേ മംഗലാപുരത്തൊന്നും ഇപ്പൊ ഇങ്ങനൊന്നൊരു നിസ്കാരത്തിന്റെ ഒളുഇന്റെ ഒന്നും മസാല പറയുന്ന ഒരു ക്ലാസ് ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല. ഇത്രയൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ക്ലാസ്സും കേൾക്കും. എന്നിട്ട് ഞാൻ അത് പലോർക്കും, എൻ്റെ കുടുംബത്തിലുള്ള പലോർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ആ നിസ്കരിക്കുന്നതിന്റെ മുമ്പൊരു ദിക്ർ മിഞ്ഞാന്ന് പറഞ്ഞില്ലേ, നമുക്ക് കൽബിലൊരു ഭയഭക്തി ഉണ്ടാവാൻ. ആ ദിക്ർ ഒന്നും കൂടി എനിക്ക് പറഞ്ഞു തരാൻ, എൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അള്ളാഹു ഈ KMICക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവുമായി എല്ലാ സമയത്തും KMIC സജീവമാവുക. നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഇത് ചെയ്യാൻ പലർക്കും അവസരം കിട്ടുന്നു. അതിൻ്റെ ഒരു ബറക്കത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ സന്തോഷ വാർത്ത ഈ ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകരുമായി പങ്കുവെക്കുകയാണ്. അല്ലാതെ ഞാൻ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം ഈ മംഗലാപുരത്തുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ക്ലാസ് റൂമിൽ. കാരണം അവർ പലവരും ഇങ്ങനെ കാലാപ്പ ഒളുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, ആരാപ്പ നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞങ്ങൾക്കൊക്കെ ഇത് വലിയ ഉപകാരമാകുന്നുണ്ട്. അല്ലാഹു തആല KMICയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ ദ്വാരിക്കുന്നുണ്ട്. പക്ഷെ അവർ റേഡിയോ ശ്രോതാക്കളായതുകൊണ്ട് എല്ലാ ഉസ്താദന്മാരി നമ്പർ പോലെയൊക്കെയല്ലേ. ഞാൻ പിന്നെ ഇപ്പം മുമ്പ് പറഞ്ഞമാതിരി ഒരു അമ്മായിമ്മ ആയതുകൊണ്ട് പലോലേക്ക് നമ്പറുണ്ട്. പലരും വിളിച്ച് ഈ KMIC കൊണ്ട് കിട്ടിയ ഉപകാരം എന്നോട് പറയുമ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. അള്ളാഹു
ഖിയാമത്ത് നാൾ വരെ ഈ ക്ലാസ് റൂം നിലനിൽക്കുമാറാവട്ടെ. നമ്മുടെ മരണശേഷം ഈ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹാദിമീങ്ങളായ നല്ല ആൺമക്കളെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പെൺകുട്ടികളുണ്ടായതുകൊണ്ട് KMICക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ റെക്കോർഡ് വെക്കാനൊക്കെ പറ്റുമെങ്കിലും മൈക്ക് എടുത്ത് ക്ലാസ് റൂമിനെ സജീവമാക്കണമെങ്കിൽ നല്ല ആൺകുട്ടികൾ വേണമല്ലോ. നമുക്ക് തന്ന ആൺകുട്ടികൾക്കൊക്കെയും അള്ളാഹു തആല നല്ല ഇൽമു കൊടുത്ത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള സന്മനസ്സും അള്ളാഹു നൽകുമാറാവട്ടെ. പിന്നെ ഞാൻ പേര് പറയുന്നില്ല, ഞാനിപ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ ഒരു പ്രധാന പ്രവർത്തകനാണ്. ഞാൻ അറിഞ്ഞപ്പോൾ വളരെ സങ്കടപ്പെട്ടു. പേര് പറയുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാവും. കല്യാണം 4ഉം 5ഉം പെങ്ങന്മാരുള്ള കാരണം ഇപ്പോഴും കല്യാണം കഴിക്കാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഐഡിയയിലുള്ള ഒരു സുഹൃത്ത് ഇപ്പം ഈ ക്ലാസ് റൂമിലുണ്ട്. വേറെ ആര് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഉസ്താദെ ആ ഒരു സുഹൃത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അദ്ദേഹം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിന് അതൊരു വിഷമായി തോന്നിയേക്കാൾ ഞാൻ കരഞ്ഞുപോയി. ഇതുവരെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തത് പെങ്ങന്മാരുള്ള കാരണം, വിവാഹപ്രായം എത്തിയ 25ഉം 26ഒക്കെ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ആ ഒരു വ്യക്തി പടച്ചവനെ ഈ ക്ലാസ് റൂമിൽ ഒരുപാട് സലാത്തും മങ്കൂസ് മൗലിദും മസ്മാഉൽ ബദറും ഒരുപാട് ആലിമീങ്ങളുടെ ദുആയും അതൊക്കെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ സുഹൃത്തിന്റെ ആ കുടുംബത്തിലുള്ള മുഴുവൻ പെങ്ങന്മാരെയും നല്ല നിലക്ക് വിവാഹം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് നല്ലൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. പേര് പറഞ്ഞ് ദ്വാരക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ ഉസ്താദുമാരെ അറിയിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെയാണ് ആ സംഭവം അറിഞ്ഞത്. എപ്പോഴും ക്ലാസ് റൂമിൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അഹ്സൻ ഉസ്താദിന്റെ വിഷയാദിയൊന്നും എനിക്കറിയില്ല. അഹ്സൻ ഉസ്താദ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായി അറിയിക്കുന്നു. ആ വ്യക്തിക്ക് പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് PM ചെയ്യാൻ അറിയില്ല. അദ്ദേഹം അറിയിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി. സംഭവം നമ്മളെ ജെയിൻ തിരുക്കരിപ്പോൾ അത് എനിക്ക് വിശദമായി പറഞ്ഞു, ഇങ്ങനെയാണ് ഉസ്താദ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹു തആല നല്ല നിലയിൽ ആ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ വ്യക്തിക്ക് നല്ലൊരു കല്യാണം കഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് സമയം 10 മിനിറ്റ് വൈകിയിട്ടുണ്ട്. ഇപ്പം ഞായറാഴ്ചയല്ലേ, വേറെ ക്ലാസ്സുകളൊന്നും നമുക്ക് വരാനില്ല. എല്ലാം നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഉസ്താദ് ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം. അങ്ങനെ പലവരും ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാ ഉസ്താദുമാരും ദുആ ചെയ്യുന്നുണ്ട്. ചില പ്രത്യേകമായ ആൾക്കാരുടെ ദയനീയമായ അവസ്ഥ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ദുആക്കാൻ ഒരു വരികയാണ്. കാരണം ഈ ക്ലാസ് റൂമിന് വേണ്ടി അവർ സമാധാനം തന്നെ ഇപ്പം എന്താണ് KMIC ആണ്. പലവർക്കും ഒരു സമാധാനം KMIC ആണ്. കാരണം മനസ്സിൽ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ KMICയിൽ അവിടെ ഇരുന്നാൽ ഒരു 10-500 ആൾക്കാർ ഏതെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ PM അയച്ച് ഇങ്ങനത്തെ ഒരു പൂവ് വിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു തമാശ വിട്ട് ഒരു നേരം പോക്ക് അല്ലേ. എന്നെ സംബന്ധിച്ച് ഒരു 500 ആൾക്കാരെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ KMIC ബൈലക്സ് ഓണാക്കിയ ഒരാളൊരു PM ഇങ്ങോട്ട് അയക്കും, അപ്പോൾ ഒരു പൂവ് അങ്ങോട്ട് വിടും. ചായ കുടിച്ചോന്ന് ചോദിച്ചും ചോറ് കഴിച്ചോന്ന് ചോദിച്ചും സുഖമല്ലേ, അങ്ങനെ ഒരു മനസ്സിൽ നിന്നുള്ള വിഷമങ്ങളൊക്കെ എന്തോന്നാ നീങ്ങിപ്പോകും. KMICയിൽ കുറച്ചു നേരം കുത്തുന്ന അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നതാക്കട്ടെ നമ്മുടെ KMIC. അള്ളാഹു തആല ഈ KMICക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ജീവിതത്തിലുള്ള സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് റാഹത്തുള്ള ജീവിതം നൽകുമാറാവട്ടെ. ആ വ്യക്തിയെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് അഹ്സൻ ഉസ്താദിനെ ഉണർത്തി ദുആ വസിയത്തോടുകൂടെ 10 മിനിറ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അബുറയാൻ ഉസ്താദ് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്.